Hi, welcome to EduWorld classes. So, നമ്മൾ ഇന്ന് ഹോം സയൻസിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രാറ്റജീസ് ഫോർ പ്രൊമോട്ടിംഗ് ചൈൽഡ് ആൻഡ് മറ്റേണൽ ന്യൂട്രീഷൻ ആണ്. സോ നമ്മൾ ഇതിലെ സെക്കൻഡ് മൊഡ്യൂളായിരുന്നു ഇത്രയും ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇതിൽ നമുക്ക് ന്യൂട്രീഷണൽ നീഡ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ. സോ അത് ഒരു പ്രഗ്നൻസി ടൈമിൽ വരുന്ന ന്യൂട്രീഷണൽ നീഡ്സുകൾ. സോ എത്ര കലോറീസ് കൂടണം, എത്ര പ്രോട്ടീൻസ് ആണ് അഡീഷണൽ. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. അതുപോലെ ഇമ്പാക്റ്റ് ഓഫ് മറ്റേണൽ ന്യൂട്രീഷൻ. സോ ഈ ന്യൂട്രീഷൻ്റെ കുറവ് കാരണം കുട്ടികളിലുണ്ടാകുന്ന പ്രോബ്ലംസ് നമ്മൾ ഇന്നലെ പഠിച്ച പോലെ ഫോളിക് ആസിഡ് ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് എന്ത് ഡിഫക്റ്റ് ഉണ്ടാകുക, ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് സബ് ടോപ്പിക്കിൽ വരുന്നത്. ഇനി അടുത്ത ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ചൈൽഡ്ഹുഡ്. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ചൈൽഡ്ഹുഡ് സ്റ്റേജ്, അതായത് ഇൻഫൻസി, പ്രീ സ്കൂൾ, ആ ഒരു കാലഘട്ടത്തിൽ അതും വേണമെങ്കിൽ നമുക്ക് അഡോളസൻസും കൂടെ നോക്കി വയ്ക്കാം. ആ ഒരു ഓരോ സ്റ്റേജസിലും ഉണ്ടാകുന്ന ന്യൂട്രിയൻ റിക്വയർമെൻ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഇൻ ചിൽഡ്രൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും പഠിക്കണം. വിറ്റമിൻസ്, മിനറൽസ്, സോ പ്രോട്ടീൻ, എനർജി, മാൽ ന്യൂട്രീഷൻ. സോ ഇതെല്ലാം നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ പ്രീവിയസ് ഇയർ സിലബസിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് ഈ ഇതിൽ വന്നിരിക്കുന്നത്. ഇനി അഡീഷണൽ എന്ന് പറയാൻ പറ്റുന്നത് സ്ട്രാറ്റജീസ് ഫോർ പ്രൊമോട്ടിംഗ് ചൈൽഡ് ആൻഡ് മെറ്റേണൽ ന്യൂട്രീഷൻ. സോ ചൈൽഡ് അല്ലെങ്കിൽ മെറ്റേണൽ ന്യൂട്രീഷൻ ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്. സോ അത് ഗവൺമെൻറ് തലത്തിൽ കൊണ്ടുവന്നത്. സോ അവിടെ നമുക്ക് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഏജൻസീസിനെ വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. സോ അതും എന്തിനു വേണ്ടി കൊണ്ടുവന്നതാണ്, ന്യൂട്രീഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഏജൻസീസ് എന്ന് പറയുന്നത്. സോ അതും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി എന്തൊക്കെ സ്ട്രാറ്റജീസ് അല്ലാതെ ഗവൺമെൻറ് സ്ട്രാറ്റജീസ് എടുത്തിട്ടുണ്ട് കുട്ടികളിൽ അല്ലെങ്കിൽ മെറ്റേണൽ ന്യൂട്രീഷൻ ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ കൊണ്ടുവന്നത്. സോ അതാണ് നമ്മളിനി നോക്കുന്നത്. അതായത് ന്യൂട്രീഷൻ പ്രോഗ്രാംസ് വരും. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്ന് എന്താണ് ഇതിൽ പഠിക്കാനുള്ളത് നോക്കാം. ഫസ്റ്റ് ന്യൂട്രീഷൻ പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ ഗവൺമെൻറ് വാസ് അപ്ലൈഡ് ന്യൂട്രീഷൻ പ്രോഗ്രാം. സോ 1963 ന്യൂട്രീഷൻ പ്രോഗ്രാം ആദ്യമായിട്ട് ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് അപ്ലൈഡ് ന്യൂട്രീഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് 1963 സോ അതിനുശേഷമാണ് നാഷണൽ ന്യൂട്രീഷൻ പോളിസി 1993 സോ നാഷണൽ ന്യൂട്രീഷൻ പോളിസി വന്നത്. സോ ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഈ ന്യൂട്രീഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഗവൺമെൻറ് പോളിസീസ് അല്ലെങ്കിൽ സ്കീംസുകളെ കുറിച്ചൊക്കെയാണ്. സോ അതിൽ ICDS എന്തായാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ICDS എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. അതിൽ ഓരോന്ന് അവർ ഏതിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സോ ഈ ടോപ്പിക്ക് തന്നെ സോഷ്യൽ വർക്കിലും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. സോ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യം ICDSനെ കുറിച്ച് പഠിക്കണം. അതുപോലെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കൺട്രോൾ പ്രോഗ്രാംസ്. ഇനി ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുറേ പ്രോഗ്രാംസ് ഉണ്ട്. സോ അത് ഏതൊക്കെയാണെന്നാണ്. സോ അത് 3 നാഷണൽ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് ഡ്യൂ ടു വിറ്റമിൻ A ഡെഫിഷ്യൻസി. സോ അതൊരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൺട്രോൾ പ്രോഗ്രാമാണ്. അതുപോലെ നാഷണൽ അനീമിയ കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ കൺട്രോൾ പ്രോഗ്രാം. സോ ഇത് 3 ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അത് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഡെഫിഷ്യൻസി കൺട്രോൾ ചെയ്യാൻ കൊണ്ടുവന്ന പ്രോഗ്രാംസാണ് ഇത് 3. ഇനി ഫുഡ് സപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാമിൽ വരുന്നതാണ് സ്പെഷ്യൽ ന്യൂട്രീഷൻ പ്രോഗ്രാം, ബാലവാടി ഫീഡിംഗ് പ്രോഗ്രാം, കമ്പോസിറ്റ് ആൻഡ് അപ്ലൈഡ് ന്യൂട്രീഷൻ പ്രോഗ്രാം. ഇനി ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമും സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് സ്കീമും ഇതെല്ലാം നമ്മൾ സോഷ്യോളജിയിൽ എംപ്ലോയ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതുപോലത്തുള്ള സ്കീംസുകളിൽ ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അന്ത്യോദയ അന്യയോജന, അന്നപൂർണ സ്കീം, നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, അതുപോലെ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കർ യോജന, സ്വർണ്ണ ജയന്തി ഗ്രാം റോസ്കർ യോജന. സോ ഇതെല്ലാം നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റിലും അതുപോലുള്ള ഫുഡ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ എൽഡർലി പേഴ്സൺസിൻ്റെ ഇതിലൊക്കെ നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. സോ അപ്പം ഈ 2 ടോപ്പിക്കുകൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ആദ്യം എന്താണ് ICDS ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം എന്നാണ് എൻ്റെ അബ്രിവേഷൻ. ഇറ്റ്സ് എ വേൾഡ് മോസ്റ്റ് യുണീക്ക് വെൽഫെയർ പ്രോഗ്രാം വിച്ച് ഹോളിസ്റ്റിക്കലി അഡ്രസ് ഹെൽത്ത് ന്യൂട്രീഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് നീഡ്സ് ഓഫ് യങ് ചിൽഡ്രൻ, അഡോളസൻസ്, ഗേൾസ് ആൻഡ് പ്രഗ്നൻറ്റ് ഓർ നഴ്സിംഗ് മദേഴ്സ് അക്രോസ് ദ ലൈഫ് സൈക്കിൾ. സോ ICDS എന്ന് പറയുന്നത് യുണീക്കായിട്ടുള്ളൊരു വെൽഫെയർ പ്രോഗ്രാമാണല്ലേ. സോ ഇതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് അഡ്രസ്സ് ചെയ്യുന്നത്, ഹെൽത്ത്, അതുപോലെ ന്യൂട്രീഷൻ, ഡെവലപ്മെൻറ്റ്. സോ കുട്ടികളിൽ അല്ലെങ്കിൽ അഡോളസൻറ്റ് ഗേൾസിൽ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സിൻ്റെ ഇടയിലുള്ള നീഡ്സുകൾ, അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ള അവരുടെ ലൈഫ് സൈക്കിളിൽ ഉള്ള അവരുടെ ആവശ്യങ്ങളൊക്കെ എന്താണെന്ന് തിരിച്ചറിയുന്നൊരു അതിന് സഹായിക്കുന്നൊരു യുണീക്കായിട്ടുള്ളൊരു വെൽഫെയർ പ്രോഗ്രാമാണ് ICDS എന്ന് പറയുന്നത്.
സോ ICDS ലോഞ്ച് ചെയ്തത് എന്താണെന്നറിയാലേ, 1975 ICDS ലോഞ്ച് ചെയ്തത്, 75-76 കാലഘട്ടം. സോ ആദ്യം എത്രയാണ്, 33 ബ്ലോക്കിലായിട്ടാണ് ആദ്യം ICDS ലോഞ്ച് ചെയ്തത്. പക്ഷേ അതിപ്പോൾ എത്രയായിട്ടുണ്ട്, ഇപ്പം 4348 കമ്മ്യൂണിറ്റിയിലോട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇനി എത്രയിലോട്ടൊക്കെ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്, 5652 എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു പദ്ധതികളാണ്. സോ അപ്പോൾ എത്രത്തോളം വേക്കൻസീസ് വരും, അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ സ്കോപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലേ. സോ ഇത്രത്തോളം ബ്ലോക്കുകൾ എന്തായിരുന്നു എക്സ്പാൻഷൻ ടാർഗറ്റ് ഇട്ടിട്ടുണ്ട്, ഇത്രയും ബ്ലോക്കുകൾ എക്സ്പാൻഡ് ചെയ്യണമെന്ന്. ഇനി റീച്ചിങ് ഔട്ട് ടു 26.85 മില്യൺ യങ് ഗേൾസ്. ഇനി ഇത് ആരിലൊക്കെ എത്തണം, 26.85 മില്യൺ യങ് ചിൽഡ്രൻസിലും, അതുപോലെ 5.7 ലാക്സ് അഡോളസൻറ്റ് ഗേൾസ്, അതുപോലെ 5.3 മില്യൺ പ്രഗ്നൻ്റ് ഓർ ലാക്ടേറ്റിംഗ് മദർ ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ഓവർ 5 lakh അംഗൻവാടി സെൻറ്റേഴ്സ്. സോ 5 ലക്ഷം അംഗൻവാടി സെൻറ്റേഴ്സിലൂടെ ഇത്രയും ആൾക്കാരിൽ എന്ത് ചെയ്യണം, ICDSൻ്റെ സേവനങ്ങൾ എത്തണം. അതുപോലെ മഹിളാ മണ്ഡലം, 1 ലക്ഷം മഹിളാ മണ്ഡലത്തിലൂടെയും ഇത്രയും ആൾക്കാരിൽ ഈ ഈ ICDSൻ്റെ ബെനിഫിറ്റ്സ് ഈ ബെനിഫിഷ്യറീസിൽ എത്തണം. ഇനി എന്തൊക്കെയായിരിക്കാം ഒബ്ജക്റ്റീവ്സ്, ICDSൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇംപ്രൂവ് ന്യൂട്രീഷണൽ ആൻഡ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 6 ആണ്. 0 to 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും അതുപോലെ അഡോളസൻറ്റ് ഗേൾസിനും പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന പ്രോഗ്രാമാണ് ICDS. സോ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അതാണ്, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അതുപോലെ അഡോളസൻസിൻ്റെ അവരുടെ ന്യൂട്രീഷൻ അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന പ്രോഗ്രാമാണ് ICDS എന്ന് പറയുന്നത്. ലേ ദ ഫൗണ്ടേഷൻ ഫോർ പ്രോപ്പർ സൈക്കോളജിക്കൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്. സോ കുട്ടികളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രോപ്പർ ഫൗണ്ടേഷൻ ഇടുക. സോ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ. സോ അതിലൂടെ അവർക്ക് അവരുടെ ഒരു ഫൗണ്ടേഷൻ, ഡെവലപ്മെൻറ്റൽ ഫൗണ്ടേഷൻ സ്റ്റേജ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. സോ അതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. റിഡ്യൂസ് ദ ഇൻസിഡൻസ് ഓഫ് മോർട്ടാലിറ്റി, മോർബിഡിറ്റി, മാൽ ന്യൂട്രീഷൻ ആൻഡ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട്. സോ ഇതിലൂടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ കുട്ടികളിൽ ജനിക്കുമ്പോൾ തന്നെ മരണനിരക്ക് കുറയ്ക്കുക. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ കുട്ടികളിൽ മാൽന്യൂട്രീഷനുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഇത് കൊടുക്കുക. അതുപോലെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആവുന്ന കുട്ടികൾക്ക് അതിനായിട്ടുള്ള കാര്യം. സോ ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയാണ് എന്ത് വന്നത്, ICDS എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവന്നത്. അച്ചീവ് എഫക്റ്റീവ് coordination and policy and implementation among various department to promote child development. സോ അതുപോലെ പല ഏജൻസി അല്ലെങ്കിൽ പല വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഈ ഒരു ഇതെന്ന് പറയുന്നത് വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലേ. സോ അതല്ലാതെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വരുന്ന പോളിസീസ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻസ് ഒക്കെ ഈ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ, അല്ലെങ്കിൽ അതിലോട്ട് എഫക്റ്റീവായിട്ട് അത് കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള പോളിസീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ICDS എന്ന് പറയുന്നൊരു പ്രോഗ്രാം. Enhance the capability of the mother to look after the health and nutrition needs of child through proper nutrition and health education. സോ അതുപോലെ പ്രോപ്പർ ഒരു അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ കാര്യം, ഹെൽത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ന്യൂട്രീഷനെ കുറിച്ച് പ്രോപ്പറായിട്ട് ന്യൂട്രീഷനെ കുറിച്ചുള്ളൊരു അറിവ്, ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ അമ്മമാരിൽ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയായിട്ടാണ് ICDS പ്രോഗ്രാം വരുന്നത്. ഇനി അടുത്ത ടാർഗറ്റ് ഗ്രൂപ്പ്. ഈ ICDS പ്രോഗ്രാമിൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പ്സ് ആരാന്ന്, അല്ലെങ്കിൽ മെയിൻ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്, ഇൻഫൻസ്. സോ ചിൽഡ്രൻ 1 to 6 years, 0 to 6 years വരുന്ന കുട്ടികൾ, ഇൻഫൻസ്. സോ ഇവരെല്ലാം എന്താണ്, ബെനിഫിഷ്യറീസ് ആണ്, ICDS പ്രോഗ്രാമിൻ്റെ ബെനിഫിഷ്യറീസ് ആണ്. സോ അതുപോലെ പ്രഗ്നൻറ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വിമൻ, അഡോളസൻറ്റ് ഗേൾസ്, ഇനി ഓൾ വിമൻ അപ് ടു 45 years of age. സോ എല്ലാ സ്ത്രീകളും, 45 വയസ്സിനകത്തുള്ള എല്ലാ സ്ത്രീകളും ഈ ഒരു ICDS പ്രോഗ്രാമിൻ്റെ കീഴിൽ വരുന്നതാണ്. സോ ഇത്രയും പേരാണ് ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. ഇനി പ്രോഗ്രാം കമ്പോണൻ്റ് ആണ് പറയുന്നത്. എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഈ ഒരു ICDSലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഒരു ICDS സൂപ്പർവൈസർ എക്സാം എഴുതുന്ന ഒരു വ്യക്തി ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമല്ലേ. സോ എന്തൊക്കെ പ്രോഗ്രാമാണ് അല്ലെങ്കിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് ഒരു ICDS പ്രോഗ്രാമിൽ ഉള്ളതെന്ന്. സോ അതാണ് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ, immunization, periodic health checkup, treatment of minor ailments and referral services, growth monitoring, non-formal preschool education, health and nutrition education, adolescent girls scheme, safe drinking water. സോ ഇത്രയുമാണ് ICDS പ്രോഗ്രാമിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെന്ന് പറയുന്നത്.
ഇതെല്ലാം നമ്മൾ ബെനിഫിഷ്യറീസ് ആണ് പറയുന്നത്. ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് 3 to 6 years ഉള്ള കുട്ടികൾക്ക്. സോ 1 to 3 അണ്ടർ 1 year താഴെയുള്ള കുട്ടികൾക്കാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ചെക്കപ്പ്, ഇമ്മ്യൂണൈസേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. സോ 3 years ആകുമ്പോൾ ഗ്രോത്ത് പ്രൊമോഷൻസ്, റെഫറൽ സർവീസുകൾ, സോ ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ, ന്യൂട്രീഷൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. സോ ഇത്രയുമാണ് ടാർഗറ്റ് ഗ്രൂപ്പ് ആൻഡ് കമ്പോണൻസ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്കടുത്ത സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ. സോ നമ്മൾ പറഞ്ഞ ICDSൻ്റെ ഓരോ സർവീസുകളുമുണ്ട്. ആ സർവീസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ബെനിഫിഷ്യറീസ് ഓഫ് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻസ് ആർ ചിൽഡ്രൻ ബിലോ 6 years പ്രഗ്നൻറ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വിമൻ. സോ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ ICDSൻ്റെ സർവീസിലൂടെ കിട്ടുന്ന സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്? 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളും അതുപോലെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും. സോ ഈ 3 വിഭാഗക്കാർക്കാണ് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ ICDS പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആസ് പെർ എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻ, ദ ഫീഡിംഗ് ഈസ് സപ്ലിമെൻറ്റഡ് ടു മീറ്റ് കാലറീസ് ഓഫ് പ്രോട്ടീൻ ഗ്യാപ്പ് ഓഫ് 300 kilocalories to 8 to 10 gram of protein for grade 1 and grade 2 malnourished children. സോ ഇപ്പോഴത്തെ ഫീഡിംഗ് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഫീഡിംഗ് ഗൈഡ് ലൈൻ അനുസരിച്ച് എത്രയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? 300 കിലോ കാലറിയും അതുപോലെ 8 to 10 gram പ്രോട്ടീനുമാണ് മാൽനറിഷ്ഡ്. അത് ഗ്രേഡ് 1 ഗ്രേഡ് 2 മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സപ്ലിമെൻ്ററി ഫീഡിംഗ് ആയിട്ട് കൊടുക്കുന്നതാണ് 300 കിലോ കാലറിയും 8 to 10 gram പ്രോട്ടീൻസും. സോ ഇനി അത് അല്ല, ഇപ്പോൾ ഗ്രേഡ് 3 to 4 മാൽനറിഷ്ഡ് ചിൽഡ്രൻ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഡബിൾ ആയിരിക്കും അവിടെ കൊടുക്കുന്ന സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേക്ക് ഹോം റേഷൻ സ്ട്രാറ്റജി ഈസ് ഓൾസോ ഫങ്ഷനിങ്. ടേക്ക് ഹോം സ്ട്രാറ്റജി, റേഷൻ സ്ട്രാറ്റജിയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. സോ ഫുഡ് ഫോർ 1 to 4 weeks ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടൈം ടു മദേഴ്സ് ഫോർ ഫീഡിങ് അറ്റ് ഹോം. സോ ഒരു മാസത്തേക്ക് ഉള്ള ഫുഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അമ്മയ്ക്ക് ഫീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അമ്മ കഴിക്കാൻ, അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള അമ്മമാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ടേക്ക് ഹോം റേഷൻസ്, വീട്ടിൽ കൊണ്ട് റേഷൻസ് കൊടുക്കുന്നുണ്ട്. ആസ് പെർ എക്സിസ്റ്റിംഗ് നോംസ്, ദ കോസ്റ്റ് ഇൻവോൾവ് ഇൻ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ കമ്പോണൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇസ് ഇൻഡിക്കേറ്റഡ് അറ്റ് ₹1 per day ബെനിഫിഷ്യറി. സോ ഇപ്പോഴത്തെ നോംസ് അനുസരിച്ച് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ പ്രകാരം ഒരു കുട്ടിക്ക് ഒരു ദിവസം ₹1 ചിലവ് വരുന്നത്. So a new initiative in the form of Pradhan Mantri Gramodaya Yojana has been introduced during financial year 2000 to 2001. സോ പുതിയൊരു ഇനിഷ്യേറ്റീവ് ഫോം ചെയ്തിട്ടുണ്ട്, പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന എന്ന് പറയുന്നത്. സോ 2000-2001 വർഷങ്ങളിലാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നത്. സോ PMGY envisage allocation for additional central assistance to states OUTs for selected basic minimum services including nutrition. സോ ഈ ഒരു പ്രോഗ്രാം പ്രകാരം സെലക്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ സെൻട്രൽ അസിസ്റ്റൻസും കിട്ടാറുണ്ട് അല്ലേ, ന്യൂട്രീഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള മിനിമം സർവീസ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വന്നതാണ് PMGY എന്ന് പറയുന്നത്. ദ ന്യൂട്രീഷൻ കമ്പോണൻറ്റ് ഓഫ് PMGY ഹാസ് ബീൻ സ്പെസിഫിക്കലി ഔട്ട്ലൈൻ വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇറാഡിക്കേറ്റിംഗ് മാൽ ന്യൂട്രീഷൻ എമംഗ് അണ്ടർ 3 years ചിൽഡ്രൻ ബൈ ഇൻക്രീസ്ഡ് ന്യൂട്രീഷണൽ കവറേജ് ഓഫ് സപ്ലിമെൻ്ററി ഫീഡിംഗ് ഓഫ് ദിസ് ചിൽഡ്രൻ ത്രൂ ദ ICDS സ്കീം. സോ ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലോ മാൽന്യൂട്രീഷൻ ഇറാഡിക്കേറ്റ് ചെയ്യുക, ഇല്ലാതാക്കുക. സോ മാൽന്യൂട്രീഷനുള്ള കുട്ടികളെ ഇല്ലാതാക്കുക. അത് ഏത് വഴി? അവർക്ക് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റേഷൻ സപ്ലിമെൻ്ററി ഫീഡിങ് കൊടുത്തുകൊണ്ട് മാൽന്യൂട്രീഷൻ ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ട് വന്നതാണ് PMGY. ഇനി ഇത് ഏതിലൂടെയാണ് നടപ്പിലാക്കുന്നത്? ICDS സ്കീമിലൂടെയാണ് ഈ PMGY നടപ്പിലാക്കുന്നത്. For pregnant and nursing mother, the feeding is supplemental to meet calorie protein gap of 500 kilocalorie to 20 to 25 gram protein. സോ നമ്മൾ കുട്ടികളുടെ കാര്യം പറഞ്ഞായിരുന്നു. മാൽനറിഷ്ഡ് ആയിട്ടുള്ള ഗ്രേഡ് 1 ഗ്രേഡ് 2 കുട്ടികളാണെങ്കിൽ 300 calorie to 8 to 10 gram പ്രോട്ടീൻസ് ആണ്. സോ ഇവിടെ പ്രഗ്നൻറ്റ് വിമൻസ് അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സ് ആണെങ്കിൽ അവർക്ക് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 500 kilocalorie to 20 to 25 gram പ്രോട്ടീൻസ് ആണ് പറയുന്നത്. എ മീൽ സിമിലർ ടു ദാറ്റ് റിസീവ്ഡ് ബൈ പ്രഗ്നൻറ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മദർ ഈസ് ബീങ് provided to adolescent girls, providing 500 kilocalorie and 20 to 25 gram protein on all 6 working days of the week.
സോ ഇത് പ്രഗ്നൻ്റ് അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സിൻ്റെ പോലെ തന്നെ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്കാണ്? അഡോളസെൻറ്റ് ഗേൾസിനാണ്. ആഴ്ചയിൽ 6 ദിവസം അവർക്ക് 6 വർക്കിംഗ് ഡേയ്സിൽ അവർക്ക് ഈ ഒരു 500 കിലോ കാലറി അല്ലെങ്കിൽ 20 to 25 ഗ്രാം പ്രോട്ടീൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എ വെറൈറ്റി ഓഫ് ഫുഡ്സ് ആർ യൂസ്ഡ് ഇൻ ദ ഫീഡിംഗ് പ്രോഗ്രാം. പലതരത്തിലുള്ള ഫുഡുകൾ, വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഈ ഒരു ഫീഡിംഗ് പ്രോഗ്രാംസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഫ്രൂട്ട് ബ്രെഡ്, മുറുക്ക്, സെവറൽ ബിസ്ക്കറ്റ്സ്. സോ അങ്ങനെയുള്ളൊക്കെ പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സർവീസാണ് ഇത്രയുള്ള സപ്ലിമെൻ്ററി സർവീസസ്. സോ അപ്പം സെൻട്രൽ സ്കീമായിട്ടുള്ള പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന എന്ത് ചെയ്യുന്നുണ്ട്? ഇറാഡിക്കേഷൻ, മാൽ ന്യൂട്രീഷൻ ഇറാഡിക്കേറ്റ് ചെയ്യാൻ, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഇറാഡിക്കേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള സപ്ലിമെൻ്ററി ഫീഡിങ്ങിനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ICDS സ്കീമിലൂടെയാണ് ഇത് ചെയ്യുന്നത്. സോ അപ്പം ഇനി അടുത്ത സർവീസാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ പ്രിവെൻറ്റിംഗ് സീരിയസ് ചൈൽഡ്ഹുഡ് ഡിസീസ്. ഓൾ ഇൻഫൻറ്റ്സ് ആൻഡ് ചിൽഡ്രൻസ് ആർ കവേർഡ് ബൈ ദ ICDS ആൻഡ് ഇമ്മ്യൂണൈസ്ഡ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസ് സച്ച് എസ് ഡിഫ്തീരിയ, വൂഫിംഗ് കഫ്, ടെറ്റനസ്, poliomyelitis, tuberculosis. So measles vaccines are also provided. All pregnant women are immunized against tetanus. So immunization എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ICDSൻ്റെ ഭാഗമായിട്ടാണല്ലേ. സോ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇമ്മ്യൂണൈസേഷൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അത് ആ ഒരു ഭാഗം കാണുക. ഇനി അടുത്ത ഹെൽത്ത് ചെക്കപ്പ് ആൻഡ് റെഫറൽ സർവീസുകളാണ് ICDS പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ്സ് എ വൈറ്റൽ ഇൻപുട്ട് ടു പ്രൊവൈഡ് the essential services of health checkup and referral services. Each Anganwadi center is provided every year with a medicine kit consisting of easy to use and dispensable medicines to remedy common ailments like cough and common cold, skin infections, etc. So അംഗൻവാടീസിലൂടെ ഹെൽത്ത് ചെക്കപ്പ് അല്ലെങ്കിൽ റെഫറൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനാവശ്യമായിട്ടുള്ള അംഗൻവാടീസിൽ എല്ലാ വർഷവും ആവശ്യമായിട്ടുള്ള മേജർ എയിൽമെൻറ്റ്സ്, ചെറിയ ചെറിയ അസുഖങ്ങൾക്കുള്ള മെഡിസിൻ കിറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അംഗൻവാടീസിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്പെൻസിബിൾ മെഡിസിനുകൾ, പനിക്ക് അല്ലെങ്കിൽ ചുമയ്ക്ക്, അങ്ങനെ അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻസിനുള്ള മരുന്നുകൾ. സോ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അംഗൻവാടീസിൽ കൊടുക്കുന്നുണ്ട്. ഇഫ് ദ എയിൽമെൻറ്റ് റിക്വയർ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ്, ദ കേസ് ഈസ് റെഫേർഡ് ടു ദ നിയറസ്റ്റ് ഹെൽത്ത് സിസ്റ്റം. സോ ഇതിപ്പോൾ അംഗൻവാടീസിൽ നോക്കിയിട്ട് നടക്കാത്ത അസുഖങ്ങളാണെങ്കിൽ അത് എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവിടെ ക്യൂർ ചെയ്യാൻ പറ്റാത്തതാണ് ഉള്ളതിനെ എന്ത് ചെയ്യണം? അടുത്ത ഹെൽത്ത് സെൻറ്ററിലോട്ട് അല്ലെങ്കിൽ അടുത്ത ഹെൽത്ത് സിസ്റ്റത്തിലോട്ട് റെഫർ ചെയ്ത് കൊടുക്കാം. Children, adolescent, nursing or pregnant women are examined and treated at regular interval by the local health personnel such as the lady health visitor and auxiliary nurse midwife. They provide a link between the village and the primary health centers and sub-centers. So കുട്ടികൾ അല്ലെങ്കിൽ അഡോളസൻസ് ഏജിലുള്ള ഗേൾസ്, പ്രഗ്നൻ്റ് അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് വിമൻസിന് എന്ത് ചെയ്യാറുണ്ട്? റെഗുലറായിട്ട് ട്രീറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരെ മോണിറ്റർ ചെയ്യാറുണ്ട്. അവിടെ ഹെൽത്തിനെ കുറിച്ച് അതാരൊക്കെയാണ് ചെയ്യുന്നത്? സോ ലേഡി ഹെൽത്ത് വിസിറ്റേഴ്സ് വന്ന് നോക്കാറുണ്ട്. അതുപോലെ ഓക്സിലറി നേഴ്സ്, മിഡ് വൈഫ് എന്ന് പറയുന്ന 2 കാറ്റഗറിയിലുള്ള 2 പേഴ്സണൽസാണ് വന്ന് ഇതിനെപ്പറ്റി ചെക്ക് ചെയ്യുന്നത്, ഹെൽത്ത് ചെക്കപ്പ് അല്ലെങ്കിൽ റെഫറൽ സർവീസുകൾ നടത്തുന്നത്. സോ ഇവർ വില്ലേജ് അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ അല്ലെങ്കിൽ സബ് സെൻറ്റേഴ്സുമായിട്ടുള്ളൊരു ലിങ്കേജ് ആണ് ആരെന്ന് പറയുന്നത്? ഈ ലേഡി ഹെൽത്ത് വിസിറ്റേഴ്സും ഓക്സിലറി നേഴ്സ്, മിഡ് വൈഫ്സ് എന്നും പറയുന്നത്. ഇനി ഗ്രോത്ത് മോണിറ്ററിംഗ് ആണ്. ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് ദ ICDS, ഗ്രോത്ത് മോണിറ്ററിംഗ് ഇസ് എ ടൂൾ ഫോർ പ്രിവെൻറ്റിംഗ് malnutrition and for early detection of growth faltering. Weight is easy to measure and interpret, hence it is used in Anganwadi as a measure to watch the progress ഓഫ് ദ ചൈൽഡ് ഹെൽത്ത് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. സോ ഗ്രോത്ത് മോണിറ്റർ ചെയ്യാറുണ്ട് അല്ലേ. സോ കുട്ടികളിൽ അവരുടെ വളർച്ചാ നിരക്ക് നോക്കുന്നതനുസരിച്ച് നമുക്ക് അവരിൽ മാൽ ന്യൂട്രീഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി അത് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്ത് അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ വെയിറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് മെഷർ ചെയ്ത് അവരിൽ വെയിറ്റ് കുറവുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള വെയിറ്റ് കൂടാനുള്ള കാര്യങ്ങൾ കൊടുക്കാം. സോ അംഗൻവാടീസിൽ അങ്ങനെയുള്ള ന്യൂട്രീഷണൽ സ്റ്റാറ്റസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അസസ് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നുണ്ട്. Proper record is maintained in the Anganwadi in the growth chart known as weight for age chart.
ഓരോ കുട്ടികളിലും പ്രോപ്പറായിട്ടുള്ള അവർക്കുള്ള റെക്കോർഡ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവരുടെ ഗ്രോത്ത് ചാർട്ട്, അതിന് നമ്മൾ വെയിറ്റ് ഫോർ ഏജ് ചാർട്ട് എന്ന് പറയും. ആ ഗ്രോത്ത് ചാർട്ട് ഓരോ അംഗൻവാടീസിലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദ ചാർട്ട് കൺസിസ്റ്റ് ഓഫ് എ കേസ് പ്രസൻറ്റിംഗ് ഇൻ ഗ്രാഫിക് ഫോം ദ വെയിറ്റ് ഫോർ ഏജ് കർവ്സ് ഡ്രോൺ അക്രോസ്. സോ നമുക്ക് അംഗൻവാടീസിൽ നിന്ന് കിട്ടുന്ന ഒരു കാർഡിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ കർവ് അല്ലെങ്കിൽ വെയിറ്റ് ഫോർ ഏജിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടോ, സോ അങ്ങനെയുള്ളൊക്കെ എന്തുണ്ട്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഈച്ച് കർവ് ഡിനോട്ട് എ പർട്ടിക്കുലർ ലെവൽ ഓഫ് ന്യൂട്രീഷ്യസ് ഗ്രോത്ത് സ്റ്റാറ്റസ്. സോ ഈ ഓരോ കർവും ഓരോ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും അത് ഓരോ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ആണ് പറയുന്നത്. ഇപ്പോൾ അണ്ടർ വെയിറ്റ് ആണോ, ഓവർ വെയിറ്റ് ആണോ, അല്ലെങ്കിൽ നോർമൽ ആണോ, അങ്ങനെ ഓരോ കാര്യങ്ങളും അവിടെ പർട്ടിക്കുലറായിട്ട് പറയുന്നുണ്ട്. The growth chart once plotted are useful to Anganwadi workers or mothers to quickly identify signs of malnutrition and take prompt action. So ഈ ഗ്രോത്ത് ചാർട്ട് ഇങ്ങനെ വരയ്ക്കുന്നതിലൂടെ ഈ അംഗൻവാടി വർക്കറിന് അല്ലെങ്കിൽ അമ്മയ്ക്ക് ആ കുട്ടിക്ക് എത്രത്തോളം അല്ലെങ്കിൽ എന്തെങ്കിലും മാൽന്യൂട്രീഷൻ്റെ സൈൻസ് ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടിയുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ ഈ ഒരു ചാർട്ട് സഹായിക്കും. യൂസിങ് ദ ചാർട്ട് ദ മദർ കുഡ് ബി എഡ്യൂക്കേറ്റഡ് റിഗാർഡിങ്. ഈ ചാർട്ട് നോക്കിയിട്ട് അമ്മയ്ക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. അല്ലേ, കുട്ടിയുടെ വെയിറ്റ് എന്താണ്, ഇനി ആ കുട്ടിക്ക് ആവശ്യമുള്ള ഡയറ്ററി റിക്വയർമെൻറ്റ്സ് എന്താണ്, റൈറ്റ് കൈൻഡ് ഓഫ് ഫുഡ് പ്രിപ്പറേഷൻ, സോ ഫുഡ് കറക്റ്റായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഡെമോൺസ്ട്രേഷൻ ഓഫ് കുക്കിംഗ് ആൻഡ് ഫീഡിങ് ടു മീറ്റ് ദ സ്പെഷ്യൽ നീഡ്സ് ഓഫ് ദ ചിൽഡ്രൻ. സോ കറക്റ്റ് കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടിയെ ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, കുട്ടികളുടെ സ്പെഷ്യൽ നീഡ്സ് എന്താണ്, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് മോണിറ്ററിംഗ് ബുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്വാണ്ടിറ്റി ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഫുഡിങ്, എത്ര ഫുഡ് കൊടുക്കണം, ഇനി ഏത് സമയങ്ങളിൽ കൊടുക്കണം, സോ ഇങ്ങനെയുള്ള ഇതെല്ലാം അടങ്ങുന്ന കാര്യങ്ങൾ ഈ ICDSലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ. സോ ഏർലി ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഒരു സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, സോ അതിലൂടെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് എന്താണ്, സോ അങ്ങനെയുള്ള എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, സോ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പം ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അപ്പോൾ ആ ഒരു വീഡിയോ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള പാർട്ട് 1 ആൻഡ് പാർട്ട് 2 വീഡിയോ കാണുക. സോ ഇതിൽ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട അംഗൻവാടീസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നോൺ ഫോർമൽ ആൻഡ് പ്ലേ വേ മെത്തേഡിലൂടെയുള്ള എഡ്യൂക്കേഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. Next is adolescent girl schemes ആണ്. So adolescent for the first time in India, a special intervention has been devised for adolescent girls using ICDS infrastructure. The adolescent girl scheme under ICDS primarily aim at breaking the intergenerational life cycle of nutritional and gender disadvantage and providing supportive environment for self-development. So adolescent girlsനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യം അത് അവരുടെ ന്യൂട്രീഷണൽ ബേസിസ് ആണെങ്കിൽ അതുപോലെ ജെൻഡർ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള അങ്ങനെയുള്ള പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവർക്കായിട്ടുള്ള സെക്യൂരിറ്റി അല്ലെങ്കിൽ അവർക്കുള്ള ന്യൂട്രീഷൻ അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ് തിരിച്ചറിയാൻ വേണ്ടി കൊണ്ടുവന്ന സ്കീംസാണ് അഡോളസെൻറ്റ് ഗേൾ സ്കീം. അല്ലെങ്കിൽ അവരുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവന്നതാണ് അഡോളസെൻറ്റ് ഗേൾ സ്കീം എന്ന് പറയുന്നത്. ഇനി ഇറ്റ്സ് പ്രസൻറ്റ് ഫോം ഇസ് ബീങ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ദ അംഗൻവാടി സെൻറ്റേഴ്സ് ഇൻ ബോത്ത് റൂറൽ ആൻഡ് അർബൻ സെറ്റിംഗ്സ് ഇൻ 507 ICDS ബ്ലോക്ക് ത്രൂ ഔട്ട് ദ കൺട്രി. സോ ഈ പ്രസൻ്റ്ലി ഇത് അംഗൻവാടി സെൻറ്റേഴ്സിലൂടെയാണ്, അത് റൂറൽ ആണെങ്കിൽ അർബൻ സെറ്റിങ്സിലാണെങ്കിലും എന്താണ് അംഗൻവാടി സെൻറ്റേഴ്സിലൂടെ, അതും 507 ICDS ബ്ലോക്കിലൂടെയാണ്, ത്രൂ ഔട്ട് ദ കൺട്രി 507 ICDS ബ്ലോക്കിലൂടെയാണ് ഈ അഡോളസൻസ് ഗേൾ സ്കീം പ്രൊവൈഡ് ചെയ്യുന്നത്. അണ്ടർ ദ അഡോളസൻറ്റ് ഗേൾസ് scheme, I understand girls who adolescent girls are who are unmarried and belong to families below in poverty line and school dropouts are selected and attached to local Anganwadi centers for 6 months of learning and training activities. So adolescent girls എന്ന് പറയുന്നത് കല്യാണം കഴിക്കാത്ത പോവർട്ടി ലൈനിൽ താഴെ നിൽക്കുന്ന സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾ, അത് സോ അങ്ങനെയുള്ള സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളെ എന്ത് ചെയ്യും, അംഗൻവാടീസുമായിട്ട് 6 മാസത്തെ അവരെ കണക്ട് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ലേണിംഗ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അഡോളസൻറ്റ് സ്കീം അല്ലെങ്കിൽ അഡോളസൻറ്റ് ഗേൾ സ്കീം എന്ന് പറയുന്നത്. സോ ഈ സ്കീമിലെ തന്നെ രണ്ടായിട്ട് വീണ്ടും നമുക്ക് സബ് സ്കീമുണ്ട്. സോ അതിൽ ഒന്നാമത്തെ സ്കീമാണ് ഗേൾ ടു ഗേൾ അപ്രോച്ച് എന്ന് പറയും. സോ ദിസ് ഈസ് ഫോർ ഗേൾസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 11 to 50, 11 to 15 വയസ്സ് വരെയുള്ള ഗേൾ ചിൽഡ്രൻസിന് ഉള്ളതാണ് സ്കീം 1, അതായത് ഗേൾ ടു ഗേൾ അപ്രോച്ച് എന്ന് പറയുന്നത്.
ഈ ഒരു സ്കീം പ്രകാരം സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ ഈസ് പ്രൊവൈഡഡ് ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ് ഓൺ ഹൗ ടു മാനേജ് ദ അംഗൻവാടി സെൻറ്റേഴ്സ് ഈസ് ഇമ്പാർട്ടഡ് ടു ദ ഗേൾസ്. സോ ഈ ഒരു സ്കീം പ്രകാരം സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെയാണല്ലേ 1 to 15 എന്ന് പറയുന്നത് ഈ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഇൻ സർവീസ് ട്രെയിനിങ്, സോ അംഗൻവാടീസിൽ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യം എങ്ങനെ അംഗൻവാടി മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള കാര്യം അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ അവരിൽ ഇമ്പാർട്ട് ചെയ്യും. സോ അതാണ് ഒരു സ്കീം. ഇനി അടുത്ത സ്കീമാണ് ബാലികാ മണ്ഡൽ എന്ന് പറയുന്നത്. സോ ഇൻറ്റൻഡഡ് ടു റീച്ച് ഗേൾസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 15 to 18 years. സോ ഇത് 15 to 18 വയസ്സ് വരെയുള്ള കുട്ടികളിലെത്തുന്ന രീതിയിലുള്ള സ്കീമാണ് ബാലികാ മണ്ഡൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ഇൻവോൾവിംഗ് and motivating adolescent girls to participate in non-formal education, developing literacy skills and upgradation of home-based skills in popular craft of the area or region. So ഇതിലൂടെ കുട്ടികളെ അല്ലെങ്കിൽ അഡോളസെൻറ്റ് ഗേൾസിനെ മോട്ടിവേറ്റ് ചെയ്യുക, അതുപോലെ നോൺ ഫോമൽ എഡ്യൂക്കേഷനിൽ അവരെ പങ്കെടുപ്പിക്കുക, അതുപോലെ ലിറ്ററസി സ്കില്ല്, എഴുത്ത് വായന അങ്ങനെയുള്ള ലിറ്ററസി സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്ത് അവരിൽ ഹോമിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അവിടെ ആവശ്യമുള്ള സ്കിൽസിൻ്റെ അപ്ഗ്രഡേഷൻസ് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഏരിയയിൽ സ്പെസിഫിക്കായി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക. സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ബാലികാ മണ്ഡൽ സ്കീം 2 വരുന്നത്. ഇനി അതുപോലെ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഇനി ഇവിടെ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സോ പേഴ്സണൽ ഹൈജീനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ എൻവയോൺമെൻറ്റൽ സാനിറ്റൈസേഷൻ, അതുപോലെ ന്യൂട്രീഷൻ ആൻഡ് ചൈൽഡ് കെയർ. സോ ഇത്രയും ഏരിയാസിലുള്ള എഡ്യൂക്കേഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. The AG scheme has been revised and renamed as Kishori Shakti Yojana. ഇനി അഡോളസെൻറ്റ് ഗേൾസ് സ്കീമിനെ എന്ത് ചെയ്തിട്ടുണ്ട്, റിവൈസ് ചെയ്ത് അതിനെ റീനെയിം ചെയ്ത് കിഷോറി ശക്തി യോജന എന്നുള്ള സ്കീമാക്കി മാറ്റിയിട്ടുണ്ട്. വിത്ത് എ ട്രെയിനിങ് കമ്പോണൻറ്റ് പർട്ടിക്കുലർലി ഓൺ ദ വൊക്കേഷണൽ ആസ്പെക്ട്സ് എയിംഡ് അറ്റ് എംപവർമെൻറ്റ് ആൻഡ് എൻഹാൻസ്ഡ് സെൽഫ് പെർസെപ്ഷൻ ആൻഡ് കൺവേർജൻസ് വിത്ത് അതർ പ്രോഗ്രാം ഓഫ് സിമിലർ നേച്ചർ ഇൻ എഡ്യൂക്കേഷൻ, റൂറൽ ഡെവലപ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് സെക്ടേഴ്സ്. സോ കിഷോരി ശക്തി യോജനയിലൂടെ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൽ മെയിനായിട്ട് പർട്ടിക്കുലറായിട്ട് പറഞ്ഞത് വൊക്കേഷണൽ ആസ്പെക്ട്സിലുള്ളതായിരിക്കും കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? വൊക്കേഷൻ ബേസ് ചെയ്ത് അല്ലെങ്കിൽ വൊക്കേഷണൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു തൊഴിൽ മേഖലയ്ക്ക് അല്ലെങ്കിൽ അവർക്കൊരു തൊഴിലിലോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും ഈ ഒരു കിഷോരി ശക്തി യോജനയിൽ കൊടുക്കുന്നത്. സോ അതെന്തിനൊക്കെ ആയിരിക്കും? അവരുടെ എംപവർമെൻറ്റ് അല്ലെങ്കിൽ സെൽഫ് പെർസെപ്ഷൻ അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകളായിരിക്കും സോ ഇതിലൂടെ കൊടുക്കുന്നത്. അതുവഴി റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ്, ഹെൽത്ത് സെക്ടേഴ്സ് ഇതിൻ്റെ എല്ലാം ഡെവലപ്മെൻറ്റിന് കാരണമാകും. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കുന്നത്. ടു ഇംപ്രൂവ് ദ ന്യൂട്രീഷണൽ ആൻഡ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ഗേൾ ഇൻ ദ ഏജ് ഗ്രൂപ്പ് 11 to 18 years. സോ 11 to 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിലെ ഹെൽത്ത് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ കൊണ്ടുവന്നതാണ് കിഷോറി ശക്തി യോജന എന്ന് പറയുന്നത്. അഡോളസെൻറ്റ് സ്കീമിനെ റിവൈസ് ചെയ്ത് റീനെയിം ചെയ്തിട്ടുള്ള സ്കീമാണ് കിഷോറി ശക്തി യോജന എന്ന് പറയുന്നത്. ടു പ്രൊവൈഡ് ദ റിക്വയർഡ് ലിറ്ററസി ആൻഡ് ന്യൂമറസി സ്കിൽസ് ത്രൂ ദ നോൺ ഫോർമൽ സ്ട്രീം ഓഫ് എഡ്യൂക്കേഷൻ, stimulate a desire for more social exposure and knowledge to help them improve their decision making capabilities. So ഇതിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ലിറ്ററസി കൊടുക്കുക, എഴുത്ത് വായന, അതുപോലെ ന്യൂമറസി കാൽക്കുലേഷൻസ് പഠിപ്പിക്കുക. അതൊരു നോൺ ഫോമൽ രീതിയിലാണ്. സോ അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിലോട്ട് പോകാം, അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു നോളജ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ എക്സ്പോഷർ കിട്ടും. സോ അങ്ങനെ ഒരു ടോട്ടലി അവരുടെ ഒരു എംപവർമെൻറ്റിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഇങ്ങനൊരു കിഷോറി ശക്തി യോജന എന്ന് പറയുന്നത്. ഇനി അതുപോലെ ടു ട്രെയിൻ ആൻഡ് എക്വിപ്പ് അഡോളസെൻറ്റ്സ് ഗേൾസ് ടു ഇംപ്രൂവ്, അപ്ഗ്രേഡ് ഓർ ഹോം ബേസ്ഡ് ആൻഡ് വൊക്കേഷണൽ സ്കിൽസ്. സോ അതുപോലെ തന്നെ അവർ വീട്ടിൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഒരു അപ്ഗ്രേഡ് നല്ല രീതിയിൽ എങ്ങനെ ഒരു ഹോം മാനേജ് ചെയ്യാം അതിനാവശ്യമായിട്ടുള്ള സ്കിൽസുകളെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ അതിനെ ട്രെയിൻ ചെയ്യാനും, അതുപോലെ വൊക്കേഷണൽ സ്കിൽസ് ഏതെങ്കിലും ഒരു ജോബ് അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ളൊരു ജോബിനെ കുറിച്ച് അതിന് ട്രെയിനിങ് കൊടുക്കാനൊക്കെയാണ് സോ ഈ ഒരു കിഷോറി ശക്തി യോജനയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത്, ഹൈജീൻ, ന്യൂട്രീഷൻ ആൻഡ് ഫാമിലി വെൽഫെയർ, ഹോം മാനേജ്മെൻറ്റ് ആൻഡ് ചൈൽഡ് കെയർ. സോ അതുപോലെ തന്നെ അവയർനെസ് ഹെൽത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഹൈജീനിനെ കുറിച്ച്, ന്യൂട്രീഷനെ കുറിച്ച്, ഫാമിലി വെൽഫെയർ അല്ലെങ്കിൽ എങ്ങനെ വീട് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർക്ക് എന്തെടുക്കുന്നു, നല്ലൊരു അവയർനെസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ടു ഗെയിൻ എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ഇമ്പാക്റ്റ് ഓൺ ദെയർ ലൈഫ്സ്. സോ ഇവിടെ അവർക്ക് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സോഷ്യൽ ഇഷ്യൂസ് എന്താണെന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ
ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നുള്ള കാര്യത്തിനെക്കുറിച്ചൊക്കെയുള്ള അറിവ് പകർന്നു കൊടുക്കുന്നു. ടു എൻകറേജ് അഡോളസൻസ് ഗേൾ ടു ഇനിഷ്യേറ്റ് വേരിയസ് ആക്ടിവിറ്റീസ് ടു ബി പ്രൊഡക്റ്റീവ് ആൻഡ് യൂസ്ഫുൾ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. സോ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ എന്തെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു കഴിവ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു, അതിനുവേണ്ടി അവരെ എൻകറേജ് ചെയ്യുന്നു. സോ ഇത്രയുമാണ് കിഷോറി ശക്തി യോജനയുടെ ഇനിയുണ്ട് കുറച്ച്. ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ് ഓഫ് KSY എ ബേസ്ലെസ് ഓഫ് പ്രോഗ്രാം ഓപ്ഷൻസ് ആർ മെയ്ഡ് അവൈലബിൾ. സോ ഇത് നടത്തണമെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസ് കിഷോറി ശക്തി യോജനയുടെ ബേസിസിൽ തന്നെ കുറേ പ്രോഗ്രാംസ് നമ്മൾ ചെയ്താൽ മാത്രമേ ഇതെല്ലാം അവരിൽ അച്ചീവ് ചെയ്യാൻ പറ്റൂ. അണ്ടർ വൺ ഓപ്ഷൻ എൻ കൺസേർട്ടഡ് എഫേർട്ട് ഇസ് to be made to provide nutrition and health education including sanitation and personal hygiene aspects. സോ ഇതിൽ അവരുടെ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ സാനിറ്റേഷൻ പേഴ്സണൽ ഹൈജീനിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി IFAS സപ്ലിമെൻറ്റേഷൻ, അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ എലോങ് വിത്ത് ഡീവോമിങ് ഇൻ്റർവെൻഷൻസ് മേ ബി പ്രൊവൈഡഡ്. സോ അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ അഡോളസൻറ്റ് ഗേൾസിനും കൊടുക്കാറുണ്ട് അല്ലേ. ഈ ഒരു പീരീഡ്സ് ടൈമിൽ അവർക്ക് ബ്ലഡൊക്കെ ലോസ് ആവും. സോ അപ്പോൾ അനീമിക് ആവാതിരിക്കാൻ വേണ്ടിയുള്ള അയൺ ആൻഡ് ഫോളിക് ടാബ്ലറ്റ്സ് അഡോളസൻറ്റ് ഗേൾസിന് യൂസ് ചെയ്യാം. അതുപോലെ ഡീവോമിങ് വിരയ്ക്കുള്ള മരുന്നുകൾ കൊടുക്കാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അനദർ ഓപ്ഷൻ ഇസ് ടു എംഫസിസ് ഓൺ എഡ്യൂക്കേഷൻ with particular attention on school dropout and functional literacy among illiterate adolescent girls. സോ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മേഖലയിലും അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ടായിട്ട് തോറ്റ കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള അഡോളസൻസ് ഗേൾസ്, സോ അവർക്കെല്ലാം എന്ത് ചെയ്യാം, വൊക്കേഷണലായിട്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്ലി വൊക്കേഷണൽ ട്രെയിനിങ് ആക്ടിവിറ്റീസ് മേ ബി അണ്ടർടേക്കൺ ഫോർ അഡോളസൻസ് ഗേൾസ് ഫോർ ദെയർ എക്കണോമിക് എംപവർമെൻറ്റ്. സോ അങ്ങനെയുള്ളവർക്ക് വൊക്കേഷണൽ ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു സ്കിൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞ് അതിലൂടെ അവർക്ക് സ്വന്തമായിട്ട് വരുമാനം കിട്ടുന്ന രീതിയിൽ എക്കണോമിക്കലി നമുക്ക് എംപവർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. സോ ഇത്രയുമാണ് കിഷോറി ശക്തി യോജനയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മുടെ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. സോ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ എന്താണ്, ICDSൻ്റെ സർവീസുകളെ കുറിച്ചാണ് പറയുന്നത്, കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ഈ പ്രോഗ്രാമുകളെല്ലാം നമ്മൾ പറഞ്ഞ് വെച്ചിരുന്നാൽ പോരാ, അതിന് എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. സോ അതിന് സ്പെസിഫിക് ആയിട്ട് ഓരോ തലങ്ങളുണ്ട് ICDS പ്രോഗ്രാമിൻ്റെ ഇംപ്ലിമെൻറ്റേഷന്. സോ ഇതിന് ICDS പ്രോഗ്രാം ഇസ് ഇംപ്ലിമെൻറ്റഡ് അറ്റ് ദ സെൻട്രൽ ലെവൽ ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ കോർഡിനേഷൻ വിത്ത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത്. സോ അപ്പോൾ സെൻട്രൽ ലെവലിൽ ഈ ICDS പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷന് സഹായിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയാണ്? വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആരുമായിട്ട് ചേർന്ന് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് വിത്ത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത്. സോ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് സെൻട്രൽ ലെവലിൽ ICDS പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇനി അറ്റ് സ്റ്റേറ്റ് ലെവൽ ആകുമ്പോഴത്തേക്ക് ഇംപ്ലിമെൻറ്റേഷൻ ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഐദർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ ഓർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഓർ ഹെൽത്ത് ഓർ സെപ്പറേറ്റ് ഡയറക്ടറേറ്റ് ഓഫ് ICDS. സോ സ്റ്റേറ്റ് ലെവൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഉത്തരവാദിത്തം വരുന്നത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ആകാം, ചിലപ്പോൾ അത് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് ആവാം. സോ അതിന് ഓരോ സെപ്പറേറ്റ് ഡയറക്ടറേറ്റ് ICDS കാണും. സോ ഇനി പ്രോഗ്രാം ഇൻഫ്രാസ്ട്രക്ചർ അലോങ് വിത്ത് ദ ഡെസിഗ്നേഷൻ ഓഫ് ദ പ്രോഗ്രാം functionaries at the block to village community level is presented. The Anganwadi Center ഇതാണ് നമ്മുടെ ഒരു ICDSൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും ഹയസ്റ്റ് തലത്തിൽ വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആണ്. സോ അവിടുത്തെ ഓഫീസറാണ് CDPO എന്ന് പറയും, ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസർ. സോ ആ CDPOയുടെ താഴെ വരുന്നതാണ് സൂപ്പർവൈസർ അല്ലെങ്കിൽ മുഖ്യ സേവിക എന്ന് പറയും, അതായത് ICDS സൂപ്പർവൈസർ. സോ നമ്മൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്നത്, സോ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയാണ് ഇത്, സൂപ്പർവൈസർ, ICDS സൂപ്പർവൈസർ. സോ അതിന് മുകളിലുള്ള പോസ്റ്റാണ് CDPO എന്ന് പറയുന്നത്. സോ അതിൻ്റെ താഴെയുള്ളതാണ് ICDS സൂപ്പർവൈസറിൻ്റെ താഴെയാണ് അംഗൻവാടി വർക്കേഴ്സ്. സോ ഈ അംഗൻവാടി വർക്കേഴ്സിനെ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഫണ്ടുകൾ കറക്റ്റായിട്ട് അവർ വിനിയോഗിക്കുന്നുണ്ടോ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ICDS ഒരു സൂപ്പർവൈസറിൻ്റെ ജോലി എന്ന് പറയുന്നത്. സോ ഇനി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോഴത്തേക്ക് അതിൽ ഹയസ്റ്റ് പൊസിഷനിൽ വരുന്ന ആരാണ്, മെഡിക്കൽ ഓഫീസറാണ്. സോ അത് കഴിഞ്ഞ് ലേഡി ഹെൽത്ത് വിസിറ്റർ, നമ്മൾ പറഞ്ഞല്ലേ ഗ്രോത്ത് മോണിറ്ററിംഗ് ഒക്കെ ചെയ്യുന്നത്. സോ അതുപോലെ ഓക്സിലറി നഴ്സ്, മിഡ് വൈഫ് വരും. ഇനി മൾട്ടിപർപ്പസ് ഫീമെയിൽ വർക്കറും വില്ലേജ് ഹെൽത്ത് ഗൈഡും. സോ ഇവരെല്ലാം അംഗൻവാടി വർക്കേഴ്സിൻ്റെ കീഴിൽ അംഗൻവാടി വർക്കേഴ്സായിട്ട് വരും. The Anganwadi centers, a courtyard play center, is a symbol of government system and services
ക്ലോസസ്റ്റ് ഡിസഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റീസ് അറ്റ് വില്ലേജ് ഹാംലെറ്റ് ലെവൽ. സോ അംഗൻവാടി സെൻ്റർ എന്ന് പറയുന്നത് ഗവൺമെൻറ് സിസ്റ്റം അല്ലെങ്കിൽ സർവീസസ് ആണ്. ഇത് കൂടുതലും എന്താണ് ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വില്ലേജ് ലെവലിലുള്ളവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തലമാണേത് അംഗൻവാടി സെൻറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോക്കൽ പോയിന്റ് ഫോർ കൺവേർജിങ് വേരിയസ് ഗവൺമെൻറ് പ്രോഗ്രാംസ് ഫോർ യങ് ചിൽഡ്രൻ, ഗേൾസ് ആൻഡ് വിമൻ ഫ്രം ഡിസഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റി. സോ ഇതിലൂടെയാണ് അല്ലെങ്കിൽ അംഗൻവാടി സെൻറ്റേഴ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസുകളെല്ലാം കൺവേർജ് ചെയ്യുക അല്ലെങ്കിൽ ഫോക്കൽ പോയിൻ്റ് ആയിട്ട് കൊണ്ടുവന്ന് അവിടെ നിന്നാണ് അതിന് എന്ത് ചെയ്യുന്നത്, ബെനിഫിഷ്യറീസിലോട്ട് എത്തിക്കുന്നത്. The Anganwadi worker assumes a pivotal role in the ICDS structure due to her close and continuous contact with the community. So ICDSൻ്റെ സ്ട്രക്ചറിൽ ഏറ്റവും ഭയങ്കര റോള് വഹിക്കുന്ന ആരാണ്, അംഗൻവാടി വർക്കറാണ്. സോ ഈ അംഗൻവാടി വർക്കേഴ്സിനാണ് ആ കമ്മ്യൂണിറ്റിയുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ളത്. സോ അപ്പം അവരിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രോഗ്രാമുകളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു ആക്ഷൻ ഫേസിലോട്ട് എത്തുന്നത് ഇവരിലൂടെയാണ്. ആസ് ദ ക്രൂഷ്യൽ ലിങ്ക് ബിറ്റ്വീൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് ദ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ ഷീ ബിക്കംസ് എ സെൻട്രൽ ഫിഗർ ഇൻ അസേർട്ടിങ് ആൻഡ് മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് കമ്മ്യൂണിറ്റി ഷീ ലിവ്സ് ഇൻ. സോ അവർ ജീവിക്കുന്ന ആ സ്ഥലത്തുനിന്നായതുകൊണ്ട് തന്നെ അവർക്ക് അവിടുത്തെ ആവശ്യങ്ങൾ എന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ഗവൺമെൻറ്റിനെ കൊണ്ട് പറഞ്ഞ് അതെല്ലാം സാധിപ്പിച്ച ആ ഒരു ലിങ്കേജാണ് ഗവൺമെൻറ് പോളിസിയും അംഗൻവാടി വർക്കേഴ്സാണ് അതെന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ എത്തിച്ച് അത് ആക്ഷൻ ഫേസിലോട്ട് എത്തിക്കുന്നത്. സോ സൂപ്പർവൈസർ എന്താണ് ചെയ്യുന്നത്, അതിനെ സൂപ്പർവൈസ് ചെയ്യുകയാണ്. അവരത് പ്രോപ്പറായിട്ട് അത് ചെയ്യുന്നുണ്ടോ, ഫണ്ട് വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് അവിടെ സൂപ്പർവൈസ് ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ ICDSനെ കുറിച്ചുള്ളത്. ഇനി അടുത്ത് നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൺട്രോൾ പ്രോഗ്രാംസ് ആണ്. സോ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഇംപ്ലിമെൻറ്റഡ് വേരിയസ് പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് പ്രോഗ്രാംസ് ആണ്. ടു കോമ്പാറ്റ് മാൽന്യൂട്രീഷൻ തടയാൻ വേണ്ടി ഗവൺമെൻറ് കുറേ പ്രിവെൻഷൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അണ്ടർ ദി സ്കീംസ് കൊമേഴ്ഷ്യലി പ്രിപ്പയർഡ് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ സപ്ലൈഡ് ടു വൾണറബിൾ സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷൻ ത്രൂ ഓർഗനൈസ്ഡ് പ്രോഗ്രാംസ്. ദിസ് പ്രോഗ്രാംസ് ആർ നോൺ ആസ് ന്യൂട്രിയൻറ്റ് ഡെഫിഷ്യൻസി കൺട്രോൾ പ്രോഗ്രാം. സോ ഈ സ്കീമിൻ്റെ പ്രകാരം ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കൺട്രോൾ പ്രോഗ്രാം പ്രകാരം ഒരുപാട് വിറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി കാരണമുള്ള അസുഖങ്ങൾ കുറയ്ക്കാൻ വേണ്ടി അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ്, അത് സിറപ്പ് പോലെ അല്ലെങ്കിൽ മെഡിസിൻസ് പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള പ്രോഗ്രാമിനെയാണ് നമ്മൾ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. ദ 3 ഇമ്പോർട്ടൻറ്റ് ഓൺഗോയിങ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കൺട്രോൾ പ്രോഗ്രാം. സോ ഇപ്പം നടക്കുന്ന 3 പ്രധാനപ്പെട്ട ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കൺട്രോൾ പ്രോഗ്രാംസ് ആണ്. നാഷണൽ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് ഡ്യൂ ടു വിറ്റമിൻ എ ഡെഫിഷ്യൻസി, സോ അനീമിയ കൺട്രോൾ പ്രോഗ്രാം ആൻഡ് അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ കൺട്രോൾ പ്രോഗ്രാം. സോ ഇത് മൂന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അപ്പോൾ അതിൽ ആദ്യത്തത് നാഷണൽ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് ഡ്യൂ ടു. സോ വിറ്റമിൻ എ ഡെഫിഷ്യൻസി നമുക്കറിയാം. വിറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ ആണ്. സോ അപ്പോൾ അത് ഇല്ലാതെ വരും അല്ലെങ്കിൽ വിറ്റമിൻ കുറയുമ്പോഴത്തേക്ക് ബ്ലൈൻഡ്നെസ് പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ചെറിയ അസുഖങ്ങളും ഉണ്ടല്ലേ, കൺജക്റ്റീവ പോലെ അല്ലെങ്കിൽ ബൈറ്റോട്ട് സ്പോട്ട് പോലുള്ള ചെറിയ ഫോമിലുള്ള മൈൽഡർ ഐ പ്രോബ്ലംസ് ഒക്കെ വരും. മൈൽഡർ ഫോം ഓഫ് വിറ്റമിൻ എ ഡെഫിഷ്യൻസി എഫക്റ്റിംഗ് കൺജക്റ്റീവ ലൈക്ക് ബൈറ്റോട്ട് സ്പോട്ട്സ് ആർ ഒബ്സർവ്ഡ് അബൌട്ട് 1 to 5% ഓഫ് പ്രീ സ്കൂൾ ചിൽഡ്രൻ. സോ ചെറിയ രീതിയിലുള്ള വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, ബൈറ്റോട്ട് സ്പോട്ട് പോലുള്ള ഡെഫിഷ്യൻസി ഡിസീസ് കൺജക്റ്റീവയിൽ വരുന്ന ഒരു ഡിസീസാണ്. സോ അത് 5% പ്രീ സ്കൂൾ ചിൽഡ്രൻസിലും ഈ ഒരു ഡെഫിഷ്യൻസി ഡിസീസ് കാണപ്പെടാറുണ്ട്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 30,000 to 40,000 ചിൽഡ്രൻ ഇൻ ദ കൺട്രി ആർ അറ്റ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ന്യൂട്രീഷണൽ ബ്ലൈൻഡ്നെസ് എവരി ഇയർ. സോ നമ്മുടെ കൺട്രിയിൽ തന്നെ 30,000 to 40,000 കുട്ടികൾക്ക് ഈ ഒരു ന്യൂട്രീഷണൽ ബ്ലൈൻഡ്നെസ്, വിറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമുള്ള ബ്ലൈൻഡ്നെസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തത്. ഒബ്ജക്റ്റീവ് എന്താണ്? The National Prophylaxis Program for Prevention of Nutritional Blindness due to Vitamin A Deficiency aims at protecting children 6 months to 5 years at risk from Vitamin A Deficiency. So 6 മാസം തൊട്ടുള്ള കുട്ടികളിൽ, 6 to 5 വയസ്സിനകത്തുള്ള കുട്ടികളിൽ അവർക്ക് ബ്ലൈൻഡ്നെസ് വരാതിരിക്കാൻ വേണ്ടി, അത് പ്രിവെൻറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, വിറ്റമിൻ എ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഡെഫിഷ്യൻസി രോഗം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്.
ഇവിടുത്തെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് 6 മാസം ടു 5 വയസ്സ് വരെയാണ്. പർട്ടിക്കുലർലി ദോസ് ലിവിങ് ഇൻ റൂറൽ, ട്രൈബൽ ആൻഡ് അർബൻ സ്ലം ഏരിയാസ് ആർ ബെനിഫിഷ്യറീസ് ഓഫ് ദിസ് പ്രോഗ്രാം. സോ ഇവിടെ ബെനിഫിഷ്യറീസ് എന്ന് പറയുമ്പോൾ 5 വയസ്സിൽ താഴെ 6 മാസം തൊട്ട് 5 വയസ്സാണ്. അതിലുള്ള എല്ലാ കുട്ടികളും അതിൽ റൂറലും ട്രൈബലും അതുപോലെ അർബനിൽ തന്നെ സ്ലം ഏരിയാസിലുള്ളവരുമാണ് ഈ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രാറ്റജി എന്ന് നോക്കാം. സോ നമുക്ക് ഈ പ്രോഗ്രാം ഇതാക്കിയാൽ പോരല്ലേ, അതിന് ഓരോ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാണ് അതിൽ അവരിലോട്ട് ഇത് എത്തിക്കുന്നത്. ദ പ്രോഗ്രാം ഫോക്കസസ് ഓൺ 2 സ്ട്രാറ്റജീസ്. 2 സ്ട്രാറ്റജീസാണ്. പ്രിവെൻഷൻ ഓഫ് വിറ്റമിൻ എ ഡെഫിഷ്യൻസി ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വിറ്റമിൻ എ ഡെഫിഷ്യൻസി. സോ ഒന്ന് പ്രിവെൻഷൻ ചെയ്യുക. നേരത്തെ നമ്മൾ വിറ്റമിൻ എ ഒക്കെ കൊടുത്ത് അവരെ പ്രിവെൻറ്റ് ചെയ്യുക. വിറ്റമിൻ എ ഡെഫിഷ്യൻസി വരുന്നതിന് മുമ്പ് അവരെ പ്രിവെൻറ്റ് ചെയ്യുക. സോ ഇനി അടുത്തത് എന്താണ്? ട്രീറ്റ്മെൻറ്റ്. അവർ വന്നു പോയാൽ അവർക്ക് എന്ത് ചെയ്യാം? ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ആ ഡെഫിഷ്യൻസി ഇല്ലാതാക്കുന്നത്. സോ അപ്പോൾ പ്രിവെൻഷൻ ഓഫ് വിറ്റമിൻ എ ഡെഫിഷ്യൻസിക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ദ പ്രിവെൻഷൻ സ്ട്രാറ്റജി വിത്തിൻ ദ പ്രോഗ്രാം കംപ്രൈസസ് എ ലോങ് ടേം ആൻഡ് എ ഷോർട്ട് ടേം ഇൻ്റർവെൻഷൻ. സോ ഈ പ്രിവെൻഷൻ ചെയ്യുന്നത് നമുക്ക് 2 രീതിയിലൂടെ ചെയ്യാം. ലോങ് ടേം ആയിട്ടുള്ളൊരു ഇൻ്റർവെൻഷനിലൂടെയും ലോങ് ടേം ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ഇൻ്റർവെൻഷനിലൂടെയും ചെയ്യാം. While the short-term intervention focuses on administration of mega dose of vitamin A on periodic basis. So short-term intervention ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് വിറ്റമിൻ എയുടെ ഒരു മെഗാ ഡോസ് ഒരു പീരിയോഡിക് ബേസിസിൽ ഒരു സ്പെസിഫിക് ഒരു 6 മാസം കൂടുമ്പോഴത്തേക്ക് വിറ്റമിൻ എ കൊടുക്കുക. അങ്ങനെ ഒരു പീരിയോഡിക് ബേസിസിൽ അവർക്കൊരു വിറ്റമിൻ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഷോർട്ട് ടേം ഇൻ്റർവെൻഷൻ വരുന്നത്. സോ അത് ഡയറ്ററി ഇംപ്രൂവ്മെൻറ്റ് ഇസ് എ ലോങ് ടേം അൾട്ടിമേറ്റ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഓഫ് വിറ്റമിൻ എ ഡെഫിഷ്യൻസി. സോ എല്ലാ മാസവും നമുക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ ലോങ് ടേം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡയറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്, വിറ്റമിൻ എ അടങ്ങുന്ന ഫുഡ് കുട്ടികളിൽ എത്തുന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. സോ ആ ഒരു രീതിയാണ് ലോങ് ടേം ഇൻ്റർവെൻഷനിൽ വരുന്നത്. We will study the long-term intervention first, that is prevention of consumption of vitamin A rich food. So ആദ്യം നമുക്ക് long-term interventionനെ കുറിച്ച് പഠിക്കാം. സോ പ്രൊമോട്ടിങ് കൺസപ്ഷൻ ഓഫ് വിറ്റമിൻ എ റിച്ച് ഫുഡ്. സോ എന്ത് ചെയ്യും? ലോങ് ടേം ആകുമ്പോഴത്തേക്ക് ആ ന്യൂട്രീഷ്യൻസ് വിറ്റമിൻ എ അടങ്ങുന്ന ഫുഡ് കുട്ടികളിൽ കൊടുത്തുകൊണ്ട് അതിന് ഇത് പ്രിവെൻറ്റ് ചെയ്യാം. റെഗുലർ ഡയറ്ററി ഇൻടേക്ക് ഓഫ് വിറ്റമിൻ എ റിച്ച് ഫുഡ് ബൈ പ്രഗ്നൻറ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ് ആൻഡ് ബൈ ചിൽഡ്രൻ അണ്ടർ 5 years ഓഫ് ഏജ് മസ്റ്റ് ബി പ്രൊമോട്ടഡ്. സോ ഡെയിലി വിറ്റമിൻ എ അടങ്ങിയ ഫുഡുകൾ അത് പ്രഗ്നൻറ്റും അതുപോലെ ലാക്ടേറ്റിംഗ് മദേഴ്സും കഴിക്കണം. അതുപോലെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും കഴിക്കാൻ പ്രൊമോട്ട് ചെയ്യുക. The mothers attending antenatal clinics and immunization sessions as well as mothers and children enrolled in the ICDS program must be made aware of the importance of preventing vitamin A deficiency. So ഈ ഒരു പ്രോഗ്രാം ICDSൻ്റെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന അമ്മയ്ക്ക് അല്ലെങ്കിൽ കുഞ്ഞിൽ കറക്റ്റായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് വിറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് എന്തൊക്കെ സംഭവിക്കും, അതെങ്ങനെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്നുള്ള കാര്യമെല്ലാം ഇതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് ഇൻക്ലൂഡിങ് ഫീഡിങ് ഓഫ് കൊളസ്ട്രം മസ്റ്റ് ബി എൻകറേജ്. സോ കൊളസ്ട്രം ആദ്യത്തെ 2 to 3 ദിവസം വരുന്ന മിൽക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് അവരിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് നല്ലതാണ്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്നുള്ള കാര്യം അവരിൽ എൻകറേജ് ചെയ്യുക. Feeding of locally available beta-carotene precursor of vitamin A rich food such as green leafy vegetables and yellow and orange vegetables and fruits like pumpkin, carrot, papaya, mango, orange along with cereals and pulses to weaning child must be prompted widely. In addition, whenever economically feasible, consumption of milk, cheese, paneer, yogurt, ghee, egg, ലിവർ മസ്റ്റ് ബി പ്രൊമോട്ടഡ്. സോ കുട്ടികളിൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ബീറ്റാ കരോട്ടിൻസ് എന്ത് ചെയ്യുക? ബീറ്റാ കരോട്ടിൻസ് എന്താണ്? വിറ്റമിൻ എയുടെ പ്രീകേഴ്സറാണ്. സോ നമ്മൾ വിറ്റമിൻസിൻ്റെ വീഡിയോസിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ വിറ്റമിൻസിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് കഴിപ്പിക്കാൻ അവരെ എൻകറേജ് ചെയ്യുക. ഇനി അത് കുറച്ചുകൂടെ ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ഫീസിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക? എഗ്ഗ്, അതുപോലുള്ള ലിവർ, സോ പനീർ, യോഗട്ട്, സോ ഇങ്ങനെയുള്ള ഇതും കൂടെ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറയുക. ഇനി അടുത്ത ഷോർട്ട് ടേം ഇൻ്റർവെൻഷൻ. സോ നേരത്തെ ലോങ് ടേം ആകുമ്പോഴത്തേക്കും നമ്മൾ ഡയറ്റിലൂടെ എന്ത് ചെയ്യുക? അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക. ഇനി ഷോർട്ട് ടേം ഇൻ്റർവെൻഷനാണ് അഡ്മിനിസ്ട്രിങ് മാസീവ് ഡോസ് ഓഫ് വിറ്റമിൻ എ. വിറ്റമിൻ എയുടെ അഡ്മിനിസ്ട്രേഷൻ ഡോസ്, ഈ ഒരു മരുന്ന് പ്രൊവൈഡ് ചെയ്യുക. അഡ്മിനിസ്ട്രേഷൻ ഓഫ് മാസീവ് ഡോസ് ഓഫ് വിറ്റമിൻ എ ടു പ്രീ സ്കൂൾ ചിൽഡ്രൻ അറ്റ് പീരിയോഡിക്
interval is a simple, effective and most direct intervention strategy. സോ ഇതിലൂടെ വിറ്റമിൻ എ ഡോസ് പ്രീ സ്കൂൾ ചിൽഡ്രന് ഒരു പീരിയോഡിക് ഇൻ്റർവെൽസ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഡയറക്റ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. This is a short-term strategy. Unlike most other micronutrients, vitamin A is stored in the body for prolonged period and hence periodic administration of massive dose ensures adequate vitamin A nutrition. So മറ്റ് മൈക്രോന്യൂട്രിയൻസ് പോലെ ഇത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിൽ ഒരുപാട് കാലം ഈ വൈറ്റമിൻ എ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഇത് തീരുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഇന്ന എത്രയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ന്യൂട്രീഷൻ അല്ലെങ്കിൽ വിറ്റമിൻ എയുടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് കറക്റ്റായിട്ട് അത്രയും ഒരു ബോഡിയിലുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. അണ്ടർ ദ മാസീവ് ഡോസ് പ്രോഗ്രാം എവരി ഇൻഫൻറ്റ് 6 to 11 month ആൻഡ് ചിൽഡ്രൻ 1 to 5 years ടു ബി അഡ്മിനിസ്ട്രേറ്റ് വിറ്റമിൻ എ എവരി 6 month. സോ എല്ലാ കുട്ടികൾ 6 to 11 മാസമുള്ള കുട്ടികളിൽ, അതുപോലെ 1 വയസ്സ് തൊട്ട് 5 വയസ്സുള്ള ഒരു കുട്ടികളിലും എല്ലാ 6 മാസം കൂടുമ്പോഴും വിറ്റമിൻ്റെ സിറപ്പ് വിറ്റമിൻ കൊടുക്കണം. പ്രയോറിറ്റി is to be given for coverage of children 6 months to 3 years since the highest prevalence of clinical signs of vitamin A deficiency is reported in this age group. So ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 6 മാസം തൊട്ട് 3 വയസ്സുള്ള വരെയുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈമിൽ, ഇത്രയും പറഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ അവർക്ക് ആ വിറ്റമിൻസ് അവിടെ കൊടുത്തിരിക്കണം. സോ ഈ ഒരു ടൈമിൽ കൊടുത്തില്ലെങ്കിലാണ് കൂടുതലും ബ്ലൈൻഡ്നെസ് പോലുള്ളത് വരുന്നത്. ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾസ്, സോ അവർക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഷെഡ്യൂളാണ് 6 to 11 മാസമാണെങ്കിൽ ഒരു ഡോസാണ്. 1 to 5 years ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴത്തേക്ക് അതെന്താവും, 2 ലക്ഷത്തിൽ പുറത്ത് ഒരു യൂണിറ്റാണ് നമ്മൾ കൊടുക്കുന്ന മരുന്നിൻ്റെ ഒരു യൂണിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. A child must receive a total of 9 oral dose of vitamin A by the 5th birthday. സോ ഒരു കുട്ടി 5 വയസ്സാകുമ്പോഴത്തേക്ക് അവന് 9 ഓറൽ ഡോസ് വിറ്റമിൻ എ കൊടുത്തിരിക്കണം. സോ അത് ഓർത്തിരിക്കുക, ചോദിക്കാം. ഒരു ICD സൂപ്പർവൈസർ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ചോദിച്ചിരിക്കാം അല്ലേ. 9 എത്രയാണ്, 5 വയസ്സാകുമ്പോഴത്തേക്ക് ഈ ഒരു നാഷണൽ ഈ വിറ്റമിൻ എ ഡെഫിഷ്യൻസി പ്രോഗ്രാം ഭാഗമായിട്ട് എത്ര ഡോസാണ് പറഞ്ഞിരിക്കുന്നത്, 5 വയസ്സാകുന്നതിന് മുമ്പ് എത്ര ഓറൽ ഡോസ് എടുത്തിരിക്കണം, 9 ഓറൽ ഡോസ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കണം. ദ കോണ്ടാക്ട് വിത്ത് ആൻ ഇൻഫൻറ്റ് ഡ്യൂറിങ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മ്യൂസിൽസ് വാക്സിൻസ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 9 to 12 months is considered a practical time for administering the vitamin A supplement. സോ മീസിൽ വാക്സിൻ എടുക്കുന്നത് 9 to 12 മാസത്തിൻ്റെ ഇടയ്ക്ക്, അപ്പം ആ സമയത്ത് വരുമ്പോഴത്തേക്ക് കുട്ടിയിൽ ആ ടൈമിൽ വിറ്റമിൻ എ സപ്ലിമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നീട് അതെന്ത് ചെയ്യുക, 6 മാസം കൂടുമ്പോൾ വീണ്ടും അത് എടുത്താൽ മതി. ഇനി ഇത് ക്യാമ്പ് അപ്രോച്ച് മേ ബി യൂസ്ഡ് ഫോർ അഡ്മിനിസ്ട്രിങ് വിറ്റമിൻ എ ടു ചിൽഡ്രൻ 1 to 3 years and 3 to 5 years. The DPT OPV booster in mid-second year to a child is suitable time for second dose of vitamin A. സോ ഇത് വിറ്റമിൻസ് എടുക്കുന്ന ആ ഒരു ഇതാണ് പറയുന്നത്, ആ ഒരു ടൈമിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, വിറ്റമിൻസും കൊടുക്കാറുണ്ട്. സോ നമ്മൾ DPT OPVയുടെ ഒക്കെ എടുക്കുന്ന സമയത്ത് വിറ്റമിൻ്റെ ഡ്രോപ്സും കൊടുക്കാറുണ്ട്. 9th and 10th plan recommend the administration of vitamin A drops to children 9 months to 36 month of age through RCH or ICDS system. സോ 9th പ്ലാൻ അല്ലെങ്കിൽ 10th പ്ലാനിലാണ് ഇവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വിറ്റമിൻ എയുടെ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ 9 മാസം ടു 36 മാസമുള്ള കുട്ടികളിൽ. സോ വിറ്റമിൻസ് എ സപ്ലിമെൻറ്റ് കൊടുക്കുക എന്നുള്ളത് ഈ ഒരു സിസ്റ്റത്തിലൂടെ 9th പ്ലാൻ അല്ലെങ്കിൽ 10th പ്ലാനിലൂടെയാണ് റെക്കമെൻഡേഷൻ വന്നിരിക്കുന്നത്. ഇനി ട്രീറ്റ്മെൻറ്റ് ആൻഡ് വിറ്റമിൻ എ ഡെഫിഷ്യൻസി. സോ ഇനി അടുത്ത് നമ്മൾ പറഞ്ഞതാണ് സ്ട്രാറ്റജിയാണ് അല്ലേ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് വിറ്റമിൻ എ ഡെഫിഷ്യൻസിയാണ്. ഓൾ ചിൽഡ്രൻ വിത്ത് ക്ലിനിക്കൽ സൈൻസ് ഓഫ് വിറ്റമിൻ എ ഡെഫിഷ്യൻസി മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് ഏർലി ആസ് പോസിബിൾ. സോ ഇങ്ങനത്തെ വിറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ ഇൻക്ലൂഡ് സിംഗിൾ ഓറൽ ഡോസ് of 2 lakhs IU of vitamin A immediately at diagnosis. സോ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഓരോ ഫോളോ അപ്പ് ഡോസ് കൊടുക്കുക. 1 to 4 വീക്ക്, ഒരാഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്തത് കൊടുക്കുക. Infants and young children suffering from diarrhea, measles or acute respiratory infection must be monitored closely and encouraged to consume vitamin A rich food. In case early signs of vitamin A deficiency are observed, the above treatment schedule must be followed. We will now study the implementation of strategy of the vitamin A program. So ഇനി നമുക്ക് ഇത് implementation strategy ആണ് നോക്കുന്നത്. The National Prophylaxis Program for the Prevention of Nutritional Blindness due to vitamin A deficiency implemented
ഇംപ്ലിമെൻറ്റഡ് ത്രൂ ദ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ആൻഡ് സബ് സെൻറ്റേഴ്സ്. സോ ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലൂടെ അല്ലെങ്കിൽ സബ് സെൻറ്റേഴ്സിലൂടെയാണ് ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദ മൾട്ടി പർപ്പസ് വർക്കർ female and other paramedical working in the primary health centers are responsible for administering vitamin A concentrate to children under 5 years and for imparting nutrition education. സോ ഇത് ഈ വിറ്റമിൻ എ ഇമ്പാർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് കൊടുക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ന്യൂട്രീഷൻ എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ആരുടെ ജോലിയാണ്? മൾട്ടി പർപ്പസ് വർക്കർ. അതായത് അത് മൾട്ടി പർപ്പസ് വർക്കർ അല്ലെങ്കിൽ മറ്റു പാരാമെഡിക്കൽ വർക്കിംഗ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൽ വർക്ക് ചെയ്യുന്ന അവരുടെ ജോലിയാണ് കുട്ടികളിൽ വൈറ്റമിൻ എ കൊടുക്കുക. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ വൈറ്റമിൻ എ കൊടുക്കുക, അതിൻ്റെ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളത്. The services of ICDS under the Department of Women and Child Development, Ministry of Welfare is utilized for the distribution of vitamin A to children in the ICDS block and for the education of mothers on prevention of vitamin A deficiency. സോ ആദ്യം പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലൂടെ എന്താ വൈറ്റമിൻസ് പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ ഓരോ വാക്സിൻസ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൽ പോകുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യും, അത് കൊടുക്കാറുണ്ട്. സോ അതിനുശേഷം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ICDSൻ്റെ സർവീസിൻ്റെ പ്രകാരമായിട്ട് അല്ലെങ്കിൽ വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, ഈ ഒരു വൈറ്റമിൻ എ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ICDS ബ്ലോക്കിലൂടെ ഇതിനുള്ള എഡ്യൂക്കേഷനും ഈ ഒരു വിറ്റമിൻ എ ഡെഫിഷ്യൻസിയെ കുറിച്ചുള്ള കാര്യങ്ങളും അമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ദ മദർ ഇൻഫൻറ്റ് ഇമ്മ്യൂണൈസേഷൻ കാർഡ് is used to record and monitor the administration of vitamin A dose to children under 2 years. The growth monitoring card or register used for monitoring the growth of children under the ICDS program is used for recording and monitoring administration of vitamin A solution till the age of 5 years. So മദർ അല്ലെങ്കിൽ ഇൻഫൻറ്റിൻ്റെ ഇമ്മ്യൂണൈസേഷൻ കാർഡുണ്ട്. അതിനകത്ത് ഓരോ വട്ടം കൊടുക്കുമ്പോഴും അവിടെ എന്ത് ചെയ്ത് വെച്ചിരിക്കും, റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കും. ഈ ദിവസം അല്ലെങ്കിൽ ഈ മാസം കൊടുത്തു, അത് കഴിഞ്ഞ് അടുത്ത 6 മാസം കഴിയുമ്പോൾ അടുത്തത് കൊടുത്തോ ഇല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ച് പ്രോപ്പറായിട്ട് ആ കുട്ടിക്ക് 5 വയസ്സെത്തുന്നത് വരെയും അത്രയും 9 ഓറൽ ഡോസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യും. സോ ഇങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്.